അസമയത്തും ആവേശം ചോരാതെ കോൽക്കളി മത്സരം. തൃശൂർ അവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരം ആരംഭിച്ചത് പുലർച്ചെ 1 മണിക്ക്. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3-ാം നമ്പർ വേദിയിലാണ് ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരം അരങ്ങേറിയത്. വൈകിട്ട് 4:30 കോൽക്കളി മത്സരത്തിന് സമയം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ വേദിയിലെ മറ്റു മത്സരങ്ങൾ പൂർത്തിയാകാൻ വൈകിയതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കോൽക്കളി ആരംഭിച്ചത്. എന്നാൽ പ്രതികൂല സമയമായിട്ടും മത്സരാർത്ഥികളുടെയും കാണികളുടെയും ആവേശത്തിന് ഒട്ടും കുറവ് വന്നില്ല. പിഴയ്ക്കാത്ത ചുവടുകളും തെറ്റാത്ത കോലടികളും മത്സരിച്ച ടീമുകളുടെയും മികവ് എടുത്തുകാട്ടി. വേദിയുടെ തറയിലെ മിനുസവും വീതിക്കുറവും മത്സരാർത്ഥികളിലും കാണികളിലും ആശങ്കയുയർത്തിയെങ്കിലും ചടുലമായ ചുവടുകളിലും കോലടികളിലും ഒട്ടും പിഴവ് വന്നില്ല. മത്സരാർത്ഥികൾ വട്ടക്കോലിൽ താളമിട്ടപ്പോൾ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. മറിഞ്ഞടിയും മിനിക്കളിയും ചാഞ്ഞടിയും കഴിഞ്ഞ് ഓരോ ടീമുകളും അടക്കത്താളത്തിന്റെ മുറുക്കം രൗദ്രതാളത്തിലെത്തിയപ്പോൾ കാണികളുടെ ആവേശം വാനോളമുയർന്നു. പങ്കെടുത്ത മുഴുവൻ ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എ ഗ്രേഡ് സ്വന്തമാക്കി. മതിലകം സെന്റ് ജോസഫ് സ്കൂളാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. കോൽക്കളി അതൊരു ആവേശമാണ്. ശരീരത്തിലും മനസ്സിലും ഇഴുകിച്ചേർന്ന ആവേശം. പ്രതികൂല സാഹചര്യത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് മുഴുവൻ ടീമുകളും എ ഗ്രേഡ് സ്വന്തമാക്കിയത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി.